ഹായ് എവരിവൺ, ഞാൻ ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് LLP. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞു. അതിലേക്കുള്ള വഴികൾ അല്ലെ അതിനെ ട്യൂൺ ചെയ്യാനുള്ള വഴികളിൽ ഒന്നായ വിഷ്വലൈസേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അഫർമേഷൻ എന്ന ടെക്നിക്കിനെ കുറിച്ചാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അഫേം ചെയ്യുക, അതായത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മനസ്സിലേക്ക്, അതായത് നമ്മളുടെ മനസ്സിലേക്ക് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്ന സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കമാൻഡ്സ്, ഇതാണ് അഫർമേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു സംഗതി, അഫർമേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടാണ് സബ് കോൺഷ്യസ് നമുക്ക് വേണ്ടി തരുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കണം നമ്മളുടെ അഫർമേഷൻ. അതുപോലെ തന്നെ പേഴ്സണലൈസ്ഡ് ആയിരിക്കണം. അതായത് നമ്മൾ എന്നുള്ള വ്യക്തിയെക്കുറിച്ച്, ഞാൻ എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നത്. പ്രസൻറ്റ് ടെൻസിലായിരിക്കണം നമ്മളത് പറയാൻ ശ്രമിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് മൈ സെൽഫ്. അത് ഒരു വളരെ പോസിറ്റീവായ ഒരു അഫർമേഷനാണ്. അപ്പോൾ ഇത് എന്താണ് അഫർമേഷൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്ന ഈ പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോസിറ്റീവായ വാക്കുകൾ, ഇത് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മളുടെ സബ് കോൺഷ്യസിലേക്ക് പോവുകയും ആ സബ് കോൺഷ്യസ് ഒരു പരിധിവരെ അതിനുവേണ്ടി അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ച് അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, സബ് കോൺഷ്യസ് നമ്മളോട് ആർഗ്യൂ ചെയ്യുകയില്ല. അതിലേക്ക് എന്ത് പറഞ്ഞാലും അതുപോലെ അത് വിശ്വസിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെയുള്ള സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ പറയാനായിട്ട് ശ്രമിക്കുക. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഐ ആം നോട്ട് ഗോയിങ് ടു സ്മോക്ക് എനിമോർ എന്ന് പറയുന്നതിന് പകരം ഐ ആം എ നോൺ സ്മോക്കർ എന്ന് പറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതുപോലെയുള്ള പോസിറ്റീവായ അഫർമേഷൻസ് വളരെ സ്ട്രിക്റ്റായിട്ട്, വളരെ പേഴ്സണലായിട്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക, നമ്മൾ ആലോചിക്കുവാനായിട്ട് ശ്രമിക്കുക, നമ്മളോട് തന്നെ സെൽഫ് ടോക്ക് നടത്തുക. എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മൾ അഫർമേഷൻ എഴുതി തയ്യാറാക്കി, വളരെ പോസിറ്റീവായ അഫർമേഷൻ എഴുതി തയ്യാറാക്കി നമ്മളത് റിപ്പീറ്റായിട്ട് നമ്മളത് പറയുന്നു, നമ്മളത് ആലോചിക്കുന്നു, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് അത് നൽകുന്നു. അങ്ങനെ വരുമ്പോൾ സബ് കോൺഷ്യസ് നമുക്ക് ആ ഡെസ്റ്റിനേഷനിലേക്ക്, അതായത് ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തിച്ചേരാൻ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. താങ്ക് യു സോ മച്ച്, ബാനർജി ഭാസ്കരൻ.